came here to fight my own election 35 years later, or maybe 25 years later, my brother told me, Rahulji told me, you only campaign. Leave the whole election to the organization in Wayanad. അതുകൊണ്ട് ഞാൻ ഇവിടെ തെരഞ്ഞെടുപ്പിന് മത്സരിക്കാൻ വേണ്ടി വന്നപ്പോൾ ഏകദേശം 35-25 വർഷത്തിന് ശേഷമാണ് ഞാൻ ഇവിടെ വന്നപ്പോൾ എന്നോട് രാഹുൽ ഗാന്ധി പറഞ്ഞത്, നിങ്ങൾ പ്രചരണത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക, തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ മുഴുവൻ ഇവിടുത്തെ സംഘടനാ സംവിധാനത്തിന് വിട്ടുകൊടുക്കുക എന്നാണ് എന്നോട് പറഞ്ഞത്. So I was very worried. I thought, how is it possible? I must find out. He said, no. You listen to your brother. You leave it to the organization and to the leaders in Wayanad, and they will fight the election for you. You only campaign in this election. എനിക്ക് ആദ്യം ആശങ്കയുണ്ടായിരുന്നു, അതെങ്ങനെയാണ് ഞാൻ ഒന്നിലും ഉൾപ്പെടാതെ അല്ലെങ്കിൽ എന്റെ മേൽനോട്ടമില്ലാതെ ഒരു തെരഞ്ഞെടുപ്പ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളതിനെ സംബന്ധിച്ച് ആശങ്കയുണ്ടായിരുന്നു. പക്ഷെ എന്റെ സഹോദരൻ പറഞ്ഞു, ഇല്ല, നിങ്ങൾ പ്രചരണത്തിൽ മാത്രം ശ്രദ്ധിക്കുക, ബാക്കി തെരഞ്ഞെടുപ്പിന്റെ മുഴുവൻ പ്രവർത്തനങ്ങളും വയനാടിന്റെ നേതൃത്വത്തിലും സംഘടനാ സംവിധാനത്തിലും വിട്ടുകൊടുത്താൽ മാത്രം മതി. So I listened to him and I noticed wherever I went that you were working as one team. അത് അദ്ദേഹത്തിന്റെ അഭിപ്രായം പോലെ തന്നെ ഞാനത് ശ്രദ്ധിച്ചു, ഞാനത് കേട്ടു. ഞാൻ പക്ഷെ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് എവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഒരു മനസ്സോടുകൂടി ഒരു ടീമായിട്ട് നിന്ന് പ്രവർത്തിക്കുന്നത് എനിക്ക് കാണുവാൻ സാധിച്ചു. That while I was going campaigning, you were going house to house, family to family, talking, distributing pamphlets, spreading the word and fighting for our party and our alliance. ഞാൻ അങ്ങനെ പ്രചരണത്തിന് വേണ്ടി ഞാൻ പോകുമ്പോൾ നിങ്ങൾ അതേസമയം വീടുകളിലേക്ക് ചെന്ന് കുടുംബങ്ങളെ കണ്ട് അവരോട് സംസാരിച്ച് നമ്മുടെ ലഘുലേഖകൾ വിതരണം ചെയ്ത് അവരോട് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. And I am extremely proud to say that this result which I received in this election, this victory does not belong to me. It belongs to all of you. It was your hard work. അതുകൊണ്ട് ഞാൻ അഭിമാനത്തോടുകൂടി പറയും, ഈ വിജയത്തിന്റെ അവകാശം അത് എനിക്കല്ല, നിങ്ങളെ പോലുള്ള ഏറ്റവും താഴെത്തട്ടിൽ പ്രവർത്തിച്ച പ്രവർത്തകരുടെ വിജയമാണ് എന്ന അഭിമാനത്തോടുകൂടി പറയും. And you must understand, I'm sure you understand it in your own ways, but you must understand that today the fight that we are fighting, the fight that all of you are fighting, is not just a fight for our own politics or our own ideas. It is a fight for the Constitution of India, for the essence of India, for everything that makes our nation what it is today. നിങ്ങൾ മനസ്സിലാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് നേരത്തെ ഞാൻ മനസ്സിലായിട്ടുണ്ട്, ഈ പോരാട്ടം നമ്മുടെ രാഷ്ട്രീയത്തിനും നമ്മുടെ ആശയങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു പോരാട്ടമല്ല. നമ്മുടെ ഈ പോരാട്ടം ഇന്ന് നടക്കുന്നത് ഇന്ത്യയുടെ ഭരണഘടനയും ഇന്ത്യയുടെ ഇന്ത്യയുടെ ആശയത്തിന്റെ അന്തസ്സത്തെയും രക്ഷിക്കുന്നതിന് വേണ്ടി സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ്. It is probably for the first time in the history of our nation that we have a government which is working to weaken the constitution and to weaken democracy. നമ്മുടെ ചരിത്രത്തിൽ, ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരിക്കൽ ഒരുപക്ഷെ ആദ്യമായിട്ടാണ് ഒരു ഭരണകൂടം തന്നെ രാജ്യത്തിന്റെ ഭരണഘടനയെ ദുർബലപ്പെടുത്താനും അതിനെ നശിപ്പിക്കാനും വേണ്ടി ശ്രമിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യമുള്ളത്. So you are not just soldiers and warriors for the UDF. You are soldiers and warriors for the soul of India. അതുകൊണ്ട് നിങ്ങൾ യുഡിഎഫിന്റെ ഐക്യജനാധിപത്യ മുന്നണിയുടെ മാത്രം പോരാളികളല്ല, മറിച്ച് ഈ രാജ്യത്തിന്റെ ആത്മാവിന്റെ പോരാളികളാണ് എന്ന് പറയാനാകും. It is through you that people will understand the truth about what is going on in our country. Through you that people will understand that we are fighting for their rights, for them to be stronger, for our constitution. ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്നറിയുന്നത് നിങ്ങളിലൂടെയായിരിക്കും. ഈ രാജ്യത്ത് നടക്കുന്ന പോരാട്ടങ്ങളെ സംബന്ധിച്ച്, ഈ ഭരണഘടന സംരക്ഷിക്കാൻ നടത്തേണ്ട പോരാട്ടത്തെ കുറിച്ച് ജനങ്ങൾ അറിയേണ്ടത് നിങ്ങളിലൂടെയായിരിക്കും. And equally, it is through you that the voice of the people will be carried to us and we will be able to represent it better in Parliament and in the Assembly. അതുപോലെ തന്നെ നിങ്ങളിലൂടെ തന്നെയാണ് ജനങ്ങളുടെ ശബ്ദം നമ്മളിലേക്ക് എത്തുന്നത്.
നേതൃത്വത്തിലേക്ക് എത്തുന്നതും ആ ശബ്ദത്തെ നമുക്ക് ഇന്ത്യയിലെ പാർലമെന്റിലും നിയമസഭയിലും ഉൾപ്പെടെ ജനങ്ങളുടെ ശബ്ദമായി പ്രവർത്തിക്കാൻ കഴിയുന്നതും നിങ്ങളിലൂടെ തന്നെയായിരിക്കും.